ഇപ്പൊ ഇയാള് വരുമ്പോ ഇനി അയാൾക്ക് എന്തായാലും കൊടുക്കേണ്ടി വരുമോ എനിക്ക് അറിയില്ല കേട്ടോ. മൂപ്പര് പറയണൊക്കെ കേട്ടോണം. വാസുട്ടേട്ടന്റെ സ്വഭാവം എടുക്കരുത്. ഓട്ടോറിക്ഷ ശബ്ദം സാറേ. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞാനാണ് വാസുട്ടി. ഞാനാണ് വിളിച്ചത് സാറിന്. എന്റെ പേര് പരീക്കുട്ടി എന്നാണ്. വിളിച്ചോണ്ടാണ് ഞാൻ വന്നത്. ഇതെന്റെ വൈഫാണ്. അതെന്റെ ഭാര്യ. അതെ സാറിപ്പത് ഞങ്ങളേ മറ്റേ ജോസുട്ടി വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് സാറിന്റെ കാര്യങ്ങളൊക്കെ. അതെ ആ കുട്ടി പറഞ്ഞോണ്ടാണല്ലോ ഞാനവിടെ വന്നത്. അതെ അതെ. അപ്പൊ ഈ ശ്വാസത്തിന്റെ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറപ്പത് ശരിക്കും എന്താ സംഭവം? ഇതൊരു ശ്വസന പ്രക്രിയയാണ്. അതായത് കൂർക്കം വലി ഇതുപോലുള്ള സംഭവങ്ങൾ പൂർണ്ണമായിട്ട് ഭേദമാകും. ഒത്തിരി കൂർക്കം വലി കൊണ്ട് അറ്റുപോയ ജീവിതങ്ങൾ ഒത്തിരി കോർത്തിണക്കി സന്തോഷത്തോടു കൂടി കുടുംബജീവിതം ഇപ്പം നടക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാനിത് മൊബൈലിൽ കൂടെ ഓൺലൈനായിട്ട് ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരാളാണ്. ജോസുട്ടി പറഞ്ഞേ ഞങ്ങളുടെ പേരടിച്ചു നോക്കാൻ അറിയാത്ത കാരണം അതാണ് ഞാൻ വന്നത് കൂടെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ട്. അപ്പോ വാസുവേട്ടനാണ് കൂടുതൽ. എനിക്കാണ് കൂടുതൽ നമ്മൾ പറയണത്. ചെറുതായിട്ടുണ്ട്. ശരിക്കും ഉറക്കം കിട്ടുന്നില്ലല്ലേ? മൂപ്പര് ഉറങ്ങുന്നുണ്ട്. ഞാൻ ഉറങ്ങാത്ത മൂപ്പര കൂർക്കം വലിയാണ്. നമുക്ക് റെഡിയാക്കാം. അത് ഈ ഞാൻ പറയുന്ന ഈ ശ്വസന പ്രക്രിയ നിങ്ങൾ കറക്റ്റായിട്ട് ദിവസം ഒരു 2 പ്രാവശ്യം വെച്ച് ഒരു 7 ദിവസം ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ദാമ്പത്യം വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ല ഈ കൂർക്കം വലി അല്ലാതെ വിക്കിനൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് വെക്കും മാറുവേ. അത് പിന്നീട് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ. നമുക്കിപ്പോ ഇതിനെന്താ ചെയ്യണ്ടേ ഞങ്ങള്? അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇങ്ങോട്ട് ഇരുന്ന് അത് വേണ്ട. ഈ പൊതുവായിട്ടുള്ള ഈ നല്ല അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന പുറത്തല്ലേ നല്ലത് അന്തരീക്ഷം. ഷീറ്റ് ഇട്ടോളൂ. ഒരെണ്ണം എനിക്കും ഇട്ടോളൂ. അല്ല സാറേ ഇതിപ്പോ എങ്ങനെ ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ശ്വാസത്തിന്റെ പൈസ എത്ര? അല്ല എന്താ കൂലി വാങ്ങല് ഒരു ദിവസം? ഇത് ഞാൻ ഫ്രീ ആയിട്ട് എന്റെ സേവനമാണ്. ശരി അല്ലാണ്ട് അങ്ങനെ പ്രതിഫലമൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല. പിന്നെ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോ 5000-10000 ഒക്കെ തരും. പക്ഷെ ഞാൻ കൈകൊണ്ട് വാങ്ങിക്കാറില്ലേ. നമ്മള് വല്ല 500-1000 ഒക്കെയാണ് മനസ്സിലല്ല. നിങ്ങളൊന്നും തരണ്ട. നിങ്ങളുടെ ഇത് ഭേദമാവട്ടെ. ഓ ഇവിടെ വിരിച്ചാലോ? അവിടെ വിരിച്ചോളൂ. ഇവിടെ വിരിച്ചോളൂ. അവിടെ വിരിക്കാം. അവിടെ വിരിച്ചാൽ മതി. അല്ല എല്ലാവരും ഇരിക്കും. എല്ലാവർക്കും നല്ലതാണ്. കാരണം ഭാവിയിൽ ഇത് ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് മാറ്റാമല്ലോ. ഇരിക്കണം. വന്നിരിക്കൂ. ഇതുപോലെ അല്ല ഇപ്പൊ ഇതിനിപ്പോ എത്ര പേര് ഇരിക്കണം? 4 ചെയ്യാന്നേ. ഇരിക്കൂ. ഇതിപ്പോ ഉള്ളവര് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഞാനത് ഓരോന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഈ കൈ വെച്ചിട്ട് ഈ മൂക്ക് അടച്ചു പിടിച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. മനസ്സിലായോ? നിങ്ങളിപ്പോ ചെയ്യണം. ഞാൻ കാണിക്കാം. ഇത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക നോക്കണം. മനസ്സിലായോ? ശരിക്കണ്ട. ഇത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ച് ചെയ്യൂ. മൂക്കടച്ചു പിടിച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. ശരി. സൗണ്ട് വലുതായിട്ട് എടുക്കണ്ട. എയറങ്ങ് തള്ളട്ടെ. നിങ്ങൾ ഉള്ളിലേക്ക് വിളിച്ച് ഏറില്ല. അങ്ങോട്ട് തള്ളിപ്പോട്ടെ. ആ തള്ളി പോകുമ്പോ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പൊ ചെയ്തോളൂ. ഇതിങ്ങനെ ഈ പ്രക്രിയ ദിവസം 2 പ്രാവശ്യം വെച്ച് നിങ്ങൾ ഒരു 7 ദിവസം ചെയ്യുക. 7 ദിവസം കറക്റ്റായിട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്യാവുന്നൂടെ? അങ്ങനല്ല തെറ്റിക്കില്ലേ? ദൈവമേ എന്തൊക്കെയായിരുന്നു. ഒരു മൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക, എന്നിട്ട് 2 കൈയോട്ട് ചെവി പൊത്തുക, എന്നിട്ട് ശ്വാസം വായിക്കൂടെ വിടുക. പ്രാക്ടീസ് ഒക്കെ നല്ലോണം ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ ഈശ്വര. ഈസി ബ്രീത്ത്
വീക്കിന്റെ അവസാനത്തെ കറക്റ്റാ ചെയ്തത്. എന്തൊരു കഷ്ടം, എല്ലാം വെറുതെ ആയിരുന്നു. പോയത് തന്നെ.